സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. പുകവലി ക്യാൻസറിന് കാരണമാകുന്നു. സ്ക്രീൻഷോട്ട് എഡിറ്റിംഗ് പരിപാടി ഉണ്ടല്ലോ, നന്നായിട്ടുണ്ട്. മര്യാദയ്ക്ക് എൻ്റെ കാശ് തിരിച്ചടാ പട്ടി പൊളിയാടി മോനെ. നീയല്ല, നിന്റെ അച്ഛൻ വിചാരിച്ച പോലും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. മാളു, ഞാൻ ഇറങ്ങാട്ടോ. ചായ എടുക്കട്ടെ? വേഗം ആയിക്കോട്ടെ, പോയിട്ട് ഒരുപാട് പരിപാടിയുണ്ട്. എന്തായി, ഈ മാസം ടാർഗറ്റ് അച്ചീവ് ആക്കുവോ? കണ്ടറിയാം, മാസം പാതിയായി. ശനിയാഴ്ച ആണെങ്കിൽ ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട്. എല്ലാം ശരിയാവും. ശരി, വൈകുന്നേരം കാണാം. ബൈ. അളിയ അർജുന, ഇത് ഞാനാടാ സഫൽ. സഫൽ. ഞാനേ ലിസ്റ്റിന് വന്നതാണ്. ഇയാളെവിടെ ഉണ്ട്? എടാ, എനിക്ക് കുറച്ച് ദിർഹംസ് വേണമായിരുന്നു, അർജൻറ്റായിരുന്നു. ഞാൻ നാട്ടിലൊക്കെ കൊണ്ട് അയച്ചുതരാം. എടാ, നീ ഇതിപ്പോൾ എവിടെ നിന്ന് ചാടി? 10 കൊല്ലത്തിന് മേലെയല്ലോ കണ്ടിട്ട്. ഇത് എവിടെയാ നീ? എടാ പോയി, എന്നൊന്ന് ഹെൽപ്പ് ചെയ്യ്. എനിക്ക് വിസ എടുക്കാൻ പൈസ വേണം. വിസ എടുത്തു തന്നെ എക്സ്പയർ ആണ്. അളിയ, അത്യാവശ്യം ആയതുകൊണ്ട് നീ നാട്ടിലൊക്കെ നമ്പർ. എടാ, ഇതിപ്പോൾ മാസം മിഡല്ലേ, ഞാൻ കുറച്ച് ടൈറ്റിലാ. നീ പിന്നെ എപ്പോഴെങ്കിലും ആണെങ്കിൽ നോക്കായിരുന്നു. പ്ലീസ്റ്റാ, എവിടെന്നെങ്കിലും ഒന്ന് റോൾ ചെയ്ത് തരൂ. എടാ, ഒരു രക്ഷയില്ല. സാലറി വന്നിട്ട് നോക്കാം, അടുത്ത മാസത്തെ സാലറി വന്നിട്ട് നോക്കാം. എന്നാണ് സാലറി ഡേറ്റ്? ഒരു 1-ാം തീയതി ആകുമ്പോൾ വരേണ്ടതാണ്. നോക്കടാ. ഓക്കെ ഓക്കെ ഓക്കേടാ. എടാ, എന്തായി സാലറി വന്നു? ഓ ശരി.
എടാ നിനക്ക് എത്ര വേണ്ടത്? നീ എത്രയാണ് അയക്കാറ്? എടാ ഞാൻ സാധാരണ 30 to 40K ആണ് അയക്കാറുള്ളത്. എടാ എനിക്കിവിടെ വേണ്ടതേ 4000 ദിറംസാണ്. അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള പൈസ ഞാൻ നാട്ടിലിട്ടായിരുന്നു. എടാ ഞാൻ അത്രയ്ക്കൊന്നും അയക്കാറില്ല. പിന്നെ പ്രാവശ്യമാണെങ്കിൽ അച്ഛൻ്റെ കണ്ണിൻ്റെ ഒരു സർജറി ഉണ്ട്. ശരി, നീ എന്തായാലും അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കേ, ഞാൻ നോക്കാം. പുതിയ ബെനിഫിഷ്യറി അയച്ചതല്ലേ, കിട്ടിക്കോളും. എടാ പെട്ടെന്നൊന്നും അയക്കാവൂ, വളരെ അർജൻറ്റാണ്. വിസ എടുത്ത ഏജൻറ്റാണെങ്കിൽ പൈസ കൊടുക്കാനുണ്ട്. ചീത്ത വിളിച്ചോണ്ടിരിക്കുക. എടാ അത് ആരുടെ അക്കൗണ്ട് നമ്പറാണ്? നിൻ്റെ പേരിലല്ലോ കാണുന്നത്. നിൻ്റെ ഇവിടുത്തെ നമ്പർ താ, ഞാൻ വിളിക്കാം. എൻ്റെ നമ്പർ കട്ടായി പോയി. ഞാൻ നാട്ടിലെ വാട്സാപ്പ് നമ്പർ യൂസ് ചെയ്യുന്നത്. വന്നപ്പോൾ പാസ്പോർട്ടിൽ സിം എടുത്തതാ, വിസയിനപ്പോൾ നമ്പറും പോയി. എന്നാൽ പിന്നെ റൂമത്തെ ആരുടെയെങ്കിലും നമ്പർ താ, ഞാൻ വിളിക്കാം. എല്ലാവരും ഡ്യൂട്ടിക്ക് പോയിരിക്കുക ബ്രോ, ഞാൻ മാത്രമുള്ള റൂമിൽ. രാത്രി ഞാൻ വിളിക്കാം. എങ്ങനെയെങ്കിലും പൈസ അർജൻറ്റായിട്ടൊന്നും അയക്കാം. എൻ്റെ അക്കൗണ്ടിൽ ഇതുവരെ ക്യാഷ് കയറിയിട്ടില്ല. ക്യാഷ് കയറിയിട്ട് തന്നാൽ പോരെ? അതെന്നോടോ ഇയാൾക്കെന്നെ വിശ്വാസമില്ല. ഞാൻ ഓൾറെഡി പൈസ അയച്ചു. ഇവിടെ ആ ഏജൻറ്റ് കിടന്ന് കയറ് പൊട്ടിക്കുക. ഒന്ന് അയക്കൂ, അർജൻറ്റാണോ? ഓക്കെടാ, ഞാൻ നിനക്ക് ക്യാഷ് അയച്ചിട്ടുണ്ട് കേട്ടോ. നാട്ടിലെ ബാങ്കിങ് സമയം കഴിഞ്ഞില്ലേ, ചിലപ്പോൾ അതാവും. നാളെ നോക്കാം. ആ ഓക്കെടാ. എടാ എന്തായി കാര്യങ്ങൾ? നാട്ടിലെ പൈസ കിട്ടിയിട്ട് വേണം ലോണ്, ആശുപത്രിയിലുള്ള കാര്യങ്ങളെല്ലാം നോക്കാൻ. നാളെ ആശുപത്രിയിലെ കാശടക്കേണ്ട ദിവസമാണ്. അളിയ ടെൻഷനാവണ്ട, കയറിക്കോളും. എടാ എന്തായി? ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. ഞാൻ ബാങ്കായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇവിടെ എന്ത് ചെയ്യുന്നു? ഫുജിയേരയിലൊരു കമ്പനി ജോലി ചെയ്യാം. എടാ ഓപ്പറേഷൻ, വണ്ടിയുടെ ലോണ്, വേറെയും കുറേ അത്യാവശ്യമുണ്ട്. നീ പെട്ടെന്നൊന്ന് അയക്കാൻ നോക്ക്. ഞാൻ
ബാങ്കിൽ ചോദിച്ചിട്ടുണ്ട്, അവർ ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറയുന്നത്. എടാ ക്യാഷ് ഓൾറെഡി കയറിയിട്ടുണ്ടെന്നാണല്ലോ ബാങ്ക് പറയുന്നത്. ആ ഓക്കേടാ. അജു, അച്ഛനിപ്പം ബാങ്കിൽ പോയി അന്വേഷിച്ചു. ഈ ക്യാഷ് കയറിയിട്ടില്ലെന്നാണല്ലോ ബാങ്ക് ഇത് പറയുന്നത്. എടാ ഈ സഫൽ ഇപ്പോൾ എവിടെയാണ്? അവനെന്താ ചെയ്യുന്നതെന്ന് വല്ലതും അറിയോ? ഓനൊരു പക്ക കഞ്ചാവാണ്, ശുദ്ധ ഫ്രോഡ്. നാടിനും ഗുണമില്ല, വീടിനും ഗുണമില്ല. ഖത്തറിലാന്ന് കേട്ടിരുന്നു, പിന്നീടായിരുന്നു മാമനെയും പറ്റിച്ച് മുങ്ങിയെന്ന് കേട്ടത്. അല്ല, പെട്ടെന്ന് ഓനെ പറ്റി ചോദിക്കാൻ കാര്യം എന്ത് പ്രശ്നമുണ്ടോ? എടാ ബാങ്കിലും ക്യാഷ് കയറിയിട്ടില്ല, ട്രാൻസാക്ഷൻ ഒന്നും പെൻഡിങ്ങും അല്ല. നീ അത് അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ കാശ് എനിക്ക് തിരിച്ചതാ. എടാ പോവേ, ഞാൻ ഓൾറെഡി പൈസ അയച്ചു. അതിൻ്റെ സ്ക്രീൻഷോട്ട് തന്നില്ലേ? ഞാൻ എന്ത് ചെയ്യാനാ? പൈസ കയറിയിട്ടില്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് കയറും. ചിലപ്പോൾ 1-2 ആഴ്ച പിടിക്കും. നീ ഇറങ്ങുന്നില്ലേ? ഇതുവരെ തീർന്നില്ലടാ. ഇല്ലടാ, നാളെ നോക്കാം. എന്തിട്ടാ? സംതിങ് റോങ്? എടാ നാട്ടിലെ കാശരാന്ന് പറഞ്ഞാൽ എന്നെ ഒരുത്തൻ ഇവിടെ കാശ് മേടിച്ചു. അവനൊരുമാതിരി മൂഞ്ചിച്ച മട്ട. അയ്യോ, അവൻ്റെ ഒരു എഡിറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, കാശിട്ടെന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ അവനെ ചീത്ത വിളിക്കാൻ പോയി കഴിഞ്ഞാൽ അവനെങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് പോയാലോ? നിനക്ക് കാശിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ നീ എന്നോട് പറ, ചെയ്യാനൊന്നുമില്ല. ഇല്ലടാ, ഞാൻ പറയാം. ഞാൻ ഇറങ്ങട്ടെന്നാ. ഓക്കെടാ. അതിനെപ്പറ്റി ഗ്രൂപ്പിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടോ? ഈ ഗ്രൂപ്പ് നോക്കാറില്ലല്ലേ? അവനോട് കുറെ പേരെ പറ്റിച്ചിട്ട് പൈസ കളിയാൻ വിളിക്കും, പല നമ്പർ അടിക്കും, കാശൊന്നും കൊടുത്തേക്കല്ലേ. ആ കാശ് പോയി. വീക്കെൻഡ് അല്ലേ, എന്താ പരിപാടി? എന്ത് പറ്റി? എന്താ ഇത്ര ടെൻഷൻ? ഡെയിലി നമ്മൾ കേൾക്കുന്നതല്ലേ ഇതുപോലെ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന്. ദുബായ് പോലീസ്, ബാങ്ക്, ഇവരൊക്കെ നമുക്ക് ദിവസേന അലേർട്ട് തന്നിട്ടുള്ളതല്ലേ. എന്നിട്ട് OTP, ഫേക്ക് CAD ഇതൊക്കെ എന്നോട് പറയുന്ന ആളാണ്. എന്നിട്ടാണ് അതെ, ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളോട് നാളെ കൂടി ചെല്ലാൻ പറഞ്ഞു. ഇവിടെ മനുഷ്യൻ പോയ കാശ് എങ്ങനെ എടുക്കുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് അവളുടെ ഒരു വല്ലവനോടുള്ള ദേഷ്യം എന്നോട് തന്നെ തീർക്കുന്നേ. ഷടാ, വീക്കെൻഡ് കുളവാക്കാൻ ഓരോരുത്തന്മാരെ ഇറങ്ങിക്കോളും. അവനെന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ. എടാ നീ ആരാണ് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ സ്ക്രീൻഷോട്ട് എഡിറ്റിംഗ് പരിപാടി ഉണ്ടല്ലോ, നന്നായിട്ടുണ്ട്.
മര്യാദയ്ക്ക് എൻ്റെ കാശ് തിരിച്ചടാ തട്ടി പോണയാടി മോനെ. നീയല്ല, നിന്റെ അച്ഛൻ വിചാരിച്ച പോലും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കിടക്കുന്നില്ലേ? സമയം എത്രയായില്ലേ? ഹലോ. എടാ നീ എണീറ്റോ? ആ ചോ. പിന്നെ ഈ ഓപ്പറേഷന്റെ ക്യാഷ് ഇന്ന് അടയ്ക്കണം. ആണോ? ഞാൻ തൽക്കാലം ഇവിടെ ആരുടെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യട്ടെ? എന്താ നീ പറയണേ? എന്നാൽ പിന്നെ ഒരു 2 ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യ്, ഞാൻ അയച്ചു തരാം. ഹലോ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. സഫൽ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടോ? ആര്? സഫൽ. സഫൽ ഇല്ലല്ലോ. ആണോ? ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ടോ? ഞാൻ ഒരാളുടെ ഫോട്ടോ അയച്ചു തരാം, ഒന്ന് ചെക്ക് ചെയ്തോ. ഓക്കെ, അയക്കേ. ഒന്ന് ഹോൾഡ് ചെയ്യണേ. ആ. കിട്ടിയോ? നോക്കട്ടെ. ആ, ഇവനെനിക്കറിയാം. ആണോ? ഇവൻ കുറച്ചാൾ പിന്നെ ഇവിടെ ജോലി അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഫുൾ ടൈം ഫോണും ചീട്ട് വലിയും തന്നെ, ഒരു പണിയെടുക്കൂല. മൊത്തത്തിൽ എന്തോ വശപ്പിച്ചത് തോന്നി. ശരി. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ നിർത്തിയില്ല, വിട്ടോളാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ, താങ്ക് യു കേട്ടോ, താങ്ക് യു. എപ്പോഴാ കിടന്നേ? അതെ, നമുക്ക് ചേച്ചിയുടെ വീട് വരെ ഒന്ന് പോയാലോ? എന്തെങ്കിലും ലീഡ് കിട്ടിയോ? കിട്ടിയോന്ന് അറിയിക്കണേ. പോവാം. ഹലോ. എപ്പോ? ആണോ? ഓക്കെടാ, എനിക്ക് അത്യാവശ്യമായിട്ട് ബർത്ത് വരെ ഒന്ന് പോകണം. അർജുൻ, ഞാൻ ഒരു ലൊക്കേഷൻ മാപ്പ് അയച്ചിട്ടുണ്ട്. നീ പരുത്തിക്കൊണ്ടിരിക്കുന്ന ആളവിടെയുണ്ട്. ഇപ്പം പോയ പൊക്ക. ഓക്കെ, ഇവിടെ ഇരിക്കും, ഞാൻ പോരാ. എങ്ങോട്ടാ? ആരാ? സഫൽ ഇവിടെ അല്ല താമസം. സഫൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ആരാ?
ദേ ഇവൻ. ഇവൻ നിങ്ങളുടെ ആരാ? ഇവനെൻ്റെ ഒന്ന് കുറേ കാശും പറ്റിച്ച് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുരം കളിപ്പിച്ചുകൊണ്ടിരിക്കും. കഴിച്ച ഫുഡിന്റെ കാശും തരില്ല, റൂമിന്റെ റെന്റും തരില്ല. മറ്റവനെ അന്വേഷിച്ചു വന്നതാ. ആ വാ. അവനൊക്കെ എപ്പോഴേ പോയി. പോകുന്ന വഴിക്ക് എൻ്റെ പുതിയ ഷോർട്സ് വരെ എടുത്തോണ്ടാ പോയി. ആ അതേ വന്നെ അടുത്ത മതി. ഹായ് ബ്രോ, വാട്സ്ആപ്പ്. ആരിച്ചവന് ആ ഇവനായിട്ടായിരുന്നു അവന്റെ മിണ്ടലും പറയലൊക്കെ. ഇവനോട് ചോദിച്ചാൽ മതി. ഇപ്പൊ കാണിച്ചിരും. ആ ഇത് നമ്മളെ പടി. ഇച്ചനെ ലോനോട് പരുന്നിറങ്ങിട്ട് പോകാൻ പറഞ്ഞത്. ഓൻ ആ ബേജാറിൽ എന്നോടൊരു ഹോട്ടൽ റൂം ബുക്കാക്കി തരുമെന്ന് കേട്ടു. ഞാൻ എൻ്റെ പേരിലൊരു ഹോട്ടൽ റൂം ബുക്കാക്കി കൊടുത്തു. അല്ല എനിക്ക് പ്രശ്നം എന്ത്? എടാ അവൻ പക്ക ഫ്രോഡാണ്. ഇയാളെയും ഇയാളെ ഫ്രണ്ടിനെയും കുറെ ആളെയും പറ്റിച്ച ആൾക്കാർ നീ റൂം എടുത്ത് കൊടുത്തിരിക്കുന്നത്. ഏതാണ് ഹോട്ടൽ? ഓപ്പോസിറ്റിൽ ഹോട്ടലില്. എത്ര നേരായി വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ എവിടെയാ? ആര് ഇങ്ങോട്ട്? അല്ലേ ജി ഓൺ ദ വേയാ. ഹലോ ഹലോ ഹലോ. ഏയ് എന്റെ ഡോറാബുജി. ആ മാറി കൊടുക്കും, മാറി കൊടുക്കും. ഇത് ചെയ്താനോ? ഇതെന്ത് പറ്റി? നീക്കേ ഷോ ബോധമൊക്കെ പോയോ? ഇവനല്ലേ കാശ് മേടിച്ച് പറ്റിച്ചേ? നീ തല്ലിയില്ലേ അവനെ? പോയി അവന്റെ കർണക്കുറ്റി തല്ലിപ്പൊളിക്ക് മനുഷ്യ. കാശറാ തരാം തരാം.
ഓർത്തുറ പൈസ ഓർത്തുറ ചെയ്താൻ. അല്ല നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? നിന്നോട് കാറിലിരിക്കാനല്ലേ പറഞ്ഞേ? അയ്യടാ ഇപ്പൊ അങ്ങനെ ആയോ? അവൻ ചവിട്ടി നിലത്തിട്ടപ്പോളേ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആര് ചവിട്ടി ആരെ നിലത്തിട്ടു? ഏതാ സംഭവിച്ചത്? അയ്യോ പിന്നെ ബോധം കെട്ട് കിടന്നപ്പോഴെന്താ ചവിട്ടി ചവിട്ടി എന്ന് പറഞ്ഞോണ്ടിരുന്നേ? അതോ അത് നീ ഒരു കോബ്ര സ്റ്റെപ്പ് എടുത്തതായിട്ട് ഞാൻ സ്വപ്നം കണ്ടടി. अस्सलाम वालेकुम भाईजान। सलाम। हम रास्ता कैमा से आ रहे हैं। हम अपना पर्स भूल गए और मेरा पेट्रोल भी ख़त्म हो गया है। मेरा बीवी बच्चा भी साथ में। आप खुदा का वास्ते मेरा कुछ मदद कर सकते हैं? बिल्कुल बिल्कुल, आप चिंता नहीं करो, आप सही जगह पे आ गए हैं ना। मैं अभी ना दुबई पुलिस को फ़ोन करेगा, वो आपका मदद करेगा, ठीक है? साला मरवा देगा अभी। ബൈ ബൈ ബൈജാൻ, ടാറ്റാ. എന്തായി മോനെ കാര്യങ്ങള്? താങ്ക്സ് അറിയാ, നേരെ പോയി അവിടെ കാരണക്കുട്ടി കണ്ട് പൊട്ടിച്ച് കാശ് മേടിച്ചിട്ടോ. എടാ ഒരു 2000 ദിർഹംസ് എടുക്കാനുണ്ടാവും. അർജൻറ്റ് ഭയങ്കര അർജൻറ്റ്.